ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം എന്താ? കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെ? പഠിക്കാനൊരു ത്വര വരുന്നില്ല. ബുക്ക് എടുക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു. അല്ലെങ്കിൽ നമുക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം. അല്ലെങ്കിൽ അതില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ മിസ് ബുക്ക് എടുക്കുമ്പോഴേക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ദിസ് ഇസ് റിയലി ബോറിങ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോറടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയോ? മിസ് ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു സ്റ്റഡിക്ക് വേണ്ടി, ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ഒരാളെ എന്നല്ല, ഐ മീൻ കുറച്ച് ആളുകളെ ഒരാളെ ഒരു റൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അടയ്ക്കുകയാണ്. ആ റൂമിൽ ഒന്നുമില്ല, ടെക്നോളജീസ് ഒന്നുമില്ല. വെറും ആ റൂമിൽ ഒരു റൂം മാത്രം, നോ ഫേർണിച്ചേഴ്സ്, നത്തിങ്. ഓക്കെ, കാറ്റ് കിട്ടാനുള്ള കുറച്ച് ജനലും കാര്യങ്ങളും ഉണ്ട്. ആ റൂമിൽ ആകെയുള്ളത് ഒരു സ്വിച്ചാണ്, ഒരു റെഡ് കളർ ബട്ടൺ. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. ആ റൂമിൽ അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ എന്താ? ഒന്നുകിൽ ആ റൂമിൽ വെറുതെ ഇരിക്കാം, ഒറ്റയ്ക്ക് വെറുതെ ബോറടിച്ചിരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുകിൽ ആ സ്വിച്ചിൽ നിൽക്കുക, ഷോക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നു. സ്വന്തമായിട്ട് പോയി ഷോക്ക് അടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവോ? ഇല്ല. എന്നാൽ ഈ സയന്റിസ്റ്റുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? ഇവിടെ ഇരുന്നിട്ടുള്ള 95% ആൾക്കാരും പോയിട്ട് റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക ചെയ്തത്. എന്താ സംഭവം? നമുക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും, ഓ ഞങ്ങൾ ഒറ്റ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടല്ലോ. അല്ല, നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒന്നുകിൽ ഫോൺ ഉണ്ടാകും, സ്ക്രീൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാകും, ഫാമിലി ഉണ്ടാകും. നമുക്ക് ഈ ഒറ്റയ്ക്ക് ബീയിങ് ലോൺലി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പണ്ടത്തെ കാലത്ത് ഇത് പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്കറിയോ, നമ്മൾ പല ആൾക്കാരും, അല്ലെങ്കിൽ പല വലിയ വലിയ ആൾക്കാരും, JK റൗളിങ്, പിന്നെ അതേപോലെ നമ്മുടെ ടെസ്ല ഒക്കെ പോലത്തെ ആൾക്കാർ, പിന്നെ ടെസ്ല എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ടെസ്ല കേട്ടോ. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നവരാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇവർ ഈ പറഞ്ഞ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ക്രിയേറ്റിവിറ്റികളൊക്കെ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആവുന്ന പറയാം. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ ഫോണിലിരിക്കുകയാണ്. അപ്പോൾ ഫോണിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോൺ തുറക്കുമ്പം റീൽസ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡോപ്പാമിൻ റിലീസ് തരുന്ന ഒരു സാധനം. നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ ഉള്ളിൽ റിലീസ് ചെയ്യുന്നതാണ് ഡോപ്പാമിൻസ്. ഓക്കെ, ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആവേശമായിരിക്കും ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഡോപ്പാമിൻ റിലീസ് ചില കാര്യങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ബുക്ക് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഇല്ലേ, നിങ്ങൾക്ക് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീരെ കൊല്ലുന്നതിന് സമമാണ് നമുക്കൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ റീസൺ ആ ഡോപ്പാമിൻ റിലീസ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഡോപ്പാമിൻ റിലീസ് പഠിത്തത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല. പക്ഷേ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. നമുക്ക് ആരും വേണ്ട, സ്ക്രീൻ വേണ്ട, ഫോൺ വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പഠിക്കാനിരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫോൺ എടുക്കും. കാരണം എന്താ? പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കഥയിലും ഒരു ആവേശയിലും ഒന്നുമില്ല. ഫോൺ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡോപ്പാമിൻ റിലീസാണ്. അതുകൊണ്ടാണ് നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോണിലിരുന്ന് ചെലവഴിച്ചു പോകുന്നത്. സോ ഈ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് മാറ്റാൻ കുറച്ച് വഴികളുണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും, കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും, വായിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും. നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് മിസ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റിമുലേഷൻ ആണ്. ഡെയിലി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ഡെയിലി നോ സ്റ്റിമുലേഷൻ, മിസ് വായിച്ച തെറ്റിപ്പോയതാണ്. ഡെയിലി നോ സ്റ്റിമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും, ഓക്കെ, തുടങ്ങുന്നത് ഇപ്പം ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ആദ്യത്തെ ദിവസം 5 മിനിറ്റ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. സിറ്റിംഗ് ഇൻ ദ സോഫ, അല്ലെങ്കിൽ കൗച്ചിൽ, അല്ലെങ്കിൽ കസേരയിൽ പോയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല, നോ നോയ്സ്, പാട്ട് കേൾക്കുന്നില്ല, സ്ക്രീനില്ല, നത്തിങ്. നമ്മൾ മാത്രം ഒരു 5 മിനിറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് മടുക്കും, പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് പുൾ ഔട്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് വരെ അത് കൊണ്ടുപോവാം. പിറ്റത്തെ ദിവസം ഒരു 10 മിനിറ്റ് നോ സ്റ്റിമുലേഷൻ, പിറ്റത്തെ ദിവസം ഒരു 15 മിനിറ്റ്, ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് എങ്കിലും ഒറ്റയ്ക്കിരുന്ന് ശീലിക്കുക. ആ ഒരു ബോർഡം നിങ്ങൾ എംബ്രേസ് ചെയ്യുക. നിങ്ങൾ ആ ലോൺലിനെസ് ഇങ്ങോട്ട് വാങ്ങുക.
അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറുണ്ട് പിന്നെന്താ പറയുക, ഒരു JK റൗളിങ്, നമ്മുടെ ഹാരി പോട്ടർ രീതിയിലുള്ള JK റൗളിങ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ട്രെയിനിൽ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ കഥയുടെ ഐഡിയ വന്നതെന്നാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ലോൺലിനെസ് ടൈം. നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയം. അതിൽ സ്ക്രീനില്ല, ആരുമില്ല, നമ്മൾ മാത്രം, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നു. ഈ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യാം. 15 മിനിറ്റ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ യൂസ്ഡ് ആവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡോപ്പമിൻ റിലീസ് ഇല്ലെങ്കിലും ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ യുവർ ഡോപ്പമിൻ ആണ്. ഇതിൻ്റെ പ്രശ്നം, നമ്മൾ ആദ്യം രാവിലെ എണീറ്റ് എന്താ ചെയ്യുക, നേരെ പോയി ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം നോക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുന്നു, റൈറ്റ്? അപ്പം ഡെയിലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡോപ്പമിൻ പുഷ് ചെയ്യുന്നു. എണീറ്റത് മുതൽ, അല്ലെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഇസ് ഡോപ്പമിൻ റിലീസ്. അത് നമ്മൾ ഡിലേ ചെയ്യുന്നു. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, പോയിട്ട് നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുക. ബാത്റൂമിൽ പോവുക, ബ്രഷ് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം ഉമ്മേനോട് പോയി സംസാരിക്കുന്നു. സ്ക്രീൻ തൊടരുത്. അറ്റ്ലീസ്റ്റ് ഫോർ 1.5 hours or 2 hours സ്ക്രീൻ തൊടരുത്. ആ ഒരു ഡോപ്പമിൻ റിലീസ് കുറച്ച് ഡിലേ ചെയ്യുക. അങ്ങനെ ഡിലേ ചെയ്യുമ്പോൾ ആ ദിവസം മൊത്തം നമ്മളുടെ ബോഡിക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാണ്ട് രാവിലെ തന്നെ പോയിട്ട് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ബ്രെയിൻ അപ്പം തന്നെ സ്റ്റിമുലേറ്റഡ് ആയി, അപ്പം തന്നെ ഡോപ്പമിൻ റിലീസ് വരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഫോൺ വെച്ച് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് നേരെ ഡിം. പിന്നെ നമുക്ക് ബ്രെയിൻ ആക്റ്റീവ് ആവാനേ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡോപ്പമിൻ റിലീസിനെ നമ്മൾ കുറച്ച് ഡിലേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം തന്നെ പുൾ ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് സ്റ്റഡി വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താ, ഹെഡ്സെറ്റ് വെക്കുന്നു, പാട്ട് കേൾക്കുന്നു, പഠിക്കുന്നു. നമ്മുടെ ബ്രെയിനിന് ഒരിക്കലും രണ്ട് കാര്യത്തിൻ്റെ മേലിൽ ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇല്ലാണ്ട്, പാട്ട് കേൾക്കാതെ, മറ്റൊച്ചകളൊന്നും ഇല്ലാണ്ട്, ഒരു ശല്യവും ഇല്ലാണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നോ BGM വേണ്ട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട, നിങ്ങൾ പാട്ട് കേൾക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് നിങ്ങളെ കൊണ്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റണം. ആ സമയത്ത് മാത്രമേ മാക്സിമം കോൺസെൻട്രേഷൻ നമ്മളെ കൊണ്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? മൂന്നാമത്തെ കാര്യം, ഡു ഒബ്സർവ് ആൻഡ് കറക്റ്റ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഞാൻ വരെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് അത്രയും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഡു ഒബ്സർവ് ആൻഡ് കറക്റ്റ്. അതായത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യാനാണെന്ന് വിചാരിക്കുക, നമുക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. പക്ഷേ ആദ്യം നമ്മളത് ചെയ്യാം. വിൽ ഡു ഇറ്റ്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമ്മളത് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്തു, നമ്മളത് ചെയ്തിട്ടുണ്ടോ, ഓക്കെ, നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ നിന്നുള്ള മിസ്റ്റേക്സ്, നമ്മളത് ചെയ്തതിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്നറിയാം, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വിചാരിച്ച ഏറ്റവും വലിയ ടാസ്ക്കാണ് നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാക്കി എല്ലാ ടാസ്കും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അത് എൻ്റെ ലൈഫിൽ വരെ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. നമുക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള, അല്ലെങ്കിൽ ആ ദിവസത്തേക്ക് വെച്ച് ഏറ്റവും ഹാർഡായിട്ടുള്ള ടാസ്ക് നമ്മൾ ആദ്യം ചെയ്യാം, പിന്നെ ബാക്കി എല്ലാ ടാസ്കും സിമ്പിളായിരിക്കും. ഈ ഒരു സാധനം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോ, ഇത് ബെസ്റ്റ് റിസൾട്ട്സ് ആണ്. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു ബോറിങ് തിങ്സ്. ഒറ്റയ്ക്ക് ഇരിക്കുക, ബോറടിക്കുന്ന കാര്യങ്ങൾ ചെയ്യ്. നിങ്ങളുടെ ബ്രെയിനിന് കുറച്ച് ക്രിയേറ്റിവിറ്റി വരട്ടെ. നമ്മൾ ബോറടിക്കട്ടെ. ബോറടിച്ചിട്ട് വേണം നമ്മുടെ ബ്രെയിൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ. നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരട്ടെ. നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അറിയട്ടെ. അപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു തെറ്റുമില്ല. ഓക്കെ, ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്കും കൂടെ പറയാം. താങ്ക് യു സോ മച്ച്. ബൈ.